ഇന്ന് സൺഡേ അവധി ദിവസം കിട്ടിയപ്പോൾ എൻ്റെ പൂച്ചെടികളെ ഒന്ന് പരിപാലിക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഡെയ്സി ചെടി പൂക്കളുണ്ടായി നിൽക്കുന്നതൊക്കെ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ആ പൂക്കൾ ഒരു കൊല ഇതേപോലെ ഉണ്ടായിരിക്കുന്നത് ഉണങ്ങി അതിൻ്റെ പൂക്കളൊക്കെ വാടി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും വീണ്ടും ആ തണ്ടിൽ വീണ്ടും പൂ ഉണ്ടാവുമെന്ന്. പക്ഷേ ആ തണ്ടിൽ വീണ്ടും പൂ ഉണ്ടാവില്ല. അപ്പോൾ ആ തണ്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതേപോലെയുള്ള ചെടികൾക്ക്, പൂക്കളുള്ള ഏത് ചെടികൾക്കും നമ്മൾ പൂവ് കൊഴിഞ്ഞു പോയാൽ അല്ലെങ്കിൽ പൂവ് ഉണങ്ങിപ്പോയാൽ ആ ഒരു തണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് വേറൊരു ഇതൾ വന്ന് ഒരു കൂമ്പ് വന്ന് അതിനകത്ത് പൂക്കളും മുട്ടുകളൊക്കെ വരുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന്. കാരണം ഡെയ്സി ചെടി പോലുള്ള ചെടികളുടെ അതിൻ്റെ ചുവട്ടിൽ നിന്നാണ് പുതിയ തൈകൾ വരുന്നത്. ആ ഓരോ തൈകളെയും നമ്മൾ നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് മുകളിലേക്ക് വളർത്തി കൊണ്ടുവരണം. അപ്പോൾ ഇതേപോലെയുള്ള ഡെഡായിട്ടുള്ള തണ്ടുകളും പൂക്കളും പൂക്കുലകളൊക്കെ നമ്മൾ ഉണങ്ങിയതൊക്കെ കളഞ്ഞ് അതിൻ്റെ ചുവട്ടിൽ കുറച്ച് വളം ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ചെയ്യുന്ന ടിപ്സ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി മുകുളങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തണ്ട് മുകളിലേക്ക് വന്നാലാണ് അതിനകത്ത് ഇതേപോലെയുള്ള പൂക്കുലകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ട് ഇപ്പോൾ 2ാം പ്രാവശ്യമാണ് പ്രൂൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് കുറച്ച് വളം ഇട്ട് കൊടുക്കണം. അതിന് മുമ്പ് ഇതേപോലെയുള്ള ഉണങ്ങിയ കമ്പുകളെല്ലാം ഒരു കത്രിക ഉപയോഗിച്ച് നന്നായിട്ട് അത് കട്ട് ചെയ്ത് കളയാം. വിരിയാൻ മുട്ടുകൾ ഉണ്ടെങ്കിൽ അത് മാത്രം നിർത്തുക. അതുപോലെ നമ്മുടെ ഹൈബ്രിഡ് ഇനത്തിലുള്ള ജമന്തിയൊക്കെ നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാവും. അതും പൂക്കളുണ്ടായി കൊഴിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു തണ്ടിൽ നിന്നും ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു തണ്ടിൻ്റെ ഒരു മുകുളം വരുന്ന ഭാഗം ഉണ്ടാകും. ആ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്താൽ അവിടെ നിന്ന് പുതിയ മുകുളങ്ങൾ വരും. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചുവട്ടിൽ വെച്ച് കൊടുക്കേണ്ടത്, ഇപ്പോൾ നല്ല വേനൽക്കാലമാണ്, നമുക്ക് രാസവളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് ചെടികളെ നശിപ്പിക്കാനായിട്ട് ഇടയാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ പച്ചച്ചാണകം വെള്ളത്തിൽ പുളിപ്പിച്ച് അതിൻ്റെ തെളി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ പച്ചച്ചാണകം എല്ലാവർക്കും കിട്ടണമെന്നില്ല. എനിക്കിവിടെ കിട്ടുന്നത് ഉണക്കച്ചാണകമാണ്. ഈ ഉണക്കച്ചാണകം ഞാൻ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളമൊഴിച്ച് 2-3 ദിവസം കുതിരാനിട്ടിടും. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പിടി കപ്പലിൻ്റെ പിണ്ണാക്കും ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും ഇട്ടിട്ട് നമ്മൾ വയ്ക്കും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും. എന്നിട്ട് അതിൻ്റെ തെളിയാണ് നമ്മളിപ്പോൾ ചെടികൾക്ക് കൊടുക്കുന്നത്. ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ ഇപ്പോൾ വേനൽക്കാലത്ത് വളരാനായിട്ട് ഇങ്ങനെയുള്ള ചെടികൾക്ക് സഹായിക്കും. പക്ഷേ ബോഗൻവില്ല പോലെയുള്ള ബോഗൻവില്ലകൾക്കൊക്കെ ഇപ്പോൾ കുറച്ച് രാസവളം കൊടുത്താലും കുഴപ്പമില്ല. അവയ്ക്ക് അധികം ജൈവവളത്തിൻ്റെ ആവശ്യമില്ല പൂക്കളുണ്ടാവാനായിട്ട്. പക്ഷേ ഇതേപോലുള്ള പൂച്ചെടികൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് DAP പോലെയുള്ള നമുക്ക് ഇംഗ്ലീഷ് വളങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് വീട്ടിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പൂക്കൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബൂസ്റ്റർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പക്ഷേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ചെടിക്കും അതിൻ്റെ ചുവട്ടിൽ ഇതേപോലുള്ള ജൈവവളങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിൻ്റെ തെളിയാണ് നമ്മൾ കൊടുക്കുക. ചാണകവും കപ്പലിൻ്റെ പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ഇട്ട് വെച്ചിട്ട് തെളി നമ്മൾ വീണ്ടും അതിനകത്ത് ഇരട്ടി വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. എല്ലാ പൂച്ചെടികൾക്കും നമ്മുടെ ഈ ഒരു വളം ഇപ്പോൾ നല്ലതാണ്. ചാണകത്തിൻ്റെ തെളി ഇരട്ടി വെള്ളവും ചേർത്ത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ഇരട്ടിയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെള്ളമായാലും കുഴപ്പമില്ല. വേനൽക്കാലമാണ്, നമുക്ക് ചെടികൾക്ക് വെള്ളം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ കുറച്ചെടുത്ത് അത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് പൂക്കൾ ഉണ്ടായിക്കോളൂ കേട്ടോ. അപ്പോൾ പൂക്കളെ സ്നേഹിക്കുന്നവരും അതുപോലെ വീട്ടിൽ ഇത് പരിപാലിക്കാൻ സമയമുള്ളവർക്കൊക്കെ ഇത് നല്ല രീതിയിൽ കൊടുത്താൽ വീട്ടിൽ വളർത്തുന്ന എല്ലാ ചെടികളിലും നിറച്ച് പൂക്കൾ വന്ന് നിറയും. നമ്മൾ വളർത്തുന്ന ചെടികളിൽ പൂക്കൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. അപ്പോൾ ഇതേപോലെയുള്ള ടിപ്സുകളൊക്കെ ചെയ്ത് പൂക്കളൊക്കെ നല്ല ഉഷാറാക്കുക. മറ്റൊരു ടിപ്സും വിശേഷമായിട്ട് വീണ്ടും കാണാം കേട്ടോ.